ചുമക്കാം. യേശുക്രിസ്തുവിനാൽ സുവിശേഷത്തിന് വേണ്ടി അയക്കപ്പെടുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭമാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ ചെരുപ്പോ 2 ഉടുപ്പുകളോ ഭാണ്ഡമോ നിങ്ങൾ അധികമായി ഒന്നും കൊണ്ടുപോകേണ്ടതില്ല. ഒന്നാമതായി യേശുവിൻ്റെ ശക്തിയും അധികാരവും. ലൂക്കാ സുവിശേഷത്തിൽ 8:22 ആരംഭിച്ച യേശുവിൻ്റെ അധികാരത്തിൻ്റെയും ശക്തിയുടെയും കഥ ലൂക്കാ സുവിശേഷകൻ 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും തുടരുന്നു. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കൽ, ദുർബോധങ്ങളെ ബഹിഷ്കരിക്കൽ തുടങ്ങിയ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നൽകുന്നു. ശിഷ്യന്മാർ താൻ ചെയ്ത പ്രവൃത്തികൾ ശക്തിയോടും അധികാരത്തോടും കൂടി ചെയ്യുവാൻ അവരെ കർത്താവ് നിയോഗിക്കുകയാണ്. 2 ശിഷ്യന്മാരുടെ ദൗത്യമാണ്. ദൈവരാജ്യം പ്രസംഗിക്കാനും സുഖപ്പെടുത്താനും യേശു തൻ്റെ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുന്നു. യേശുവിൻ്റെ പ്രവൃത്തിയെ അനുകരിക്കുക എന്നതാണ് ശിഷ്യന്മാരുടെ ദൗത്യം. പ്രസംഗവും രോഗശാന്തിയും ഒരുമിച്ച് പോകുന്നത് പോലെ തന്നെ. 3 ശിഷ്യന്മാരുടെ പ്രതികരണം. യേശുവിൻ്റെ നിയോഗത്തോടുള്ള ശിഷ്യന്മാരുടെ പ്രതികരണം അത്യാവശ്യ കാര്യങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാതെ ഉടൻ പുറപ്പെടുക എന്നതാണ്. ക്രിസ്തു ആത്മീയതയുടെ ഏറ്റവും വലിയ പ്രതികരണമാണ് തിരിഞ്ഞു നിൽക്കാതെ, തിരിഞ്ഞു നോക്കാതെ കർത്താവിൻ്റെ വിളി കേട്ട് ഉടൻ തന്നെ പുറപ്പെടുന്ന യാത്രാനുഭവം. 4-മതായി ശിഷ്യന്മാരുടെ വിശ്വാസമാണ്. പട്ടിണി കിടക്കുന്ന ഒരു ജനക്കൂട്ടത്തെയും പിശാച് പീഡിതനായ ഒരു ആൺകുട്ടിയെയും അഭിമുഖീകരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. മറ്റുള്ളവരുടെ ആതിഥ്യ മര്യാദയിലൂടെ ദൈവം തങ്ങൾക്കായി കരുതുമെന്ന് വിശ്വസിക്കാൻ യേശു ശിഷ്യന്മാരെ നിർദ്ദേശിക്കുകയാണ്. നിങ്ങൾ അധികമായി ഒന്നും കൊണ്ടുപോകേണ്ടതില്ല എന്നതിൻ്റെ അർത്ഥം അതാണ്. 5-മതായി ശിഷ്യന്മാരുടെ പരിമിതികളാണ്. യേശുവിനെയും അവൻ്റെ സന്ദേശത്തെയും സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മ കാരണം മാത്രമേ ശിഷ്യന്മാരുടെ പരിമിതികൾ ഉണ്ടാകൂ. യേശുനാഥനെ ശിഷ്യന്മാർ സ്നേഹിച്ചുവെങ്കിലും യേശുനാഥൻ്റെ കൽപ്പനകളെ അവർ സ്നേഹിച്ച് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മിൽ ഉള്ള ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ സാന്നിധ്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുവഴി യേശുവിന് വേണ്ടി നമുക്ക് സന്തോഷത്തോടുകൂടി ചുവടുകൾ വയ്ക്കാം, കൈകൾ നീട്ടാം, ഹൃദയം തുറക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭോഷനായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭോഷനായി തീരുകിലും ദൈവമേ നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. നിന്നെ വഹിക്കുന്ന കഴുതയാകാം, നിന്നെ പ്രതിയൊരു ഭോഷനാകാം. നീതീകരിക്കുന്ന വാക്കുരിയാടാതെ നിന്ന പരിഹാസമേറ്റുവാങ്ങാം. നിന്നെ പാരിനു നൽകുവാനായി ഭാരങ്ങളെന്തും ചുമക്കാം.
ചുമക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിനൊപ്പം ഒഴുകിടാതെ ഞാനെത്രയേറെ പാടുപെട്ടു. പാപച്ചുഴികളിൽ താഴാതിരിക്കാൻ ഞാനെത്രയേറെ നോമ്പ് നോറ്റു. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. നിന്റെ സുവിശേഷം പാടുവാനായി എന്തു വേണേലും സഹിക്കാം. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭോഷനായി തീരുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. ലോകത്തിൻ കണ്ണിൽ ഞാൻ വിജയിച്ചിടാത്തൊരു ഭോഷനായി തീരുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോവരുതേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ.